ഹലോ എവ്രിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീം ഡിസൈനിങ്ങിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ തന്നെ കോഡ് ബുക്കും അതുപോലെ തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം having width 250 mm, effective span 5 meter, carrying a uniform load of 10 kilonewton per meter. Use M25 concrete grade and Fe 500 grade of steel. Take clear cover 30 mm. ഇത്രയുമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ലെങ്ത് ഇസ് ഈക്വൽ ടു 5 മീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ B is equal to 250 mm, FCK is equal to 25 Newton per mm square ആണെന്നറിയാം. പിന്നെ അതുപോലെ FI is equal to grade of steel നമുക്ക് തന്നിരിക്കുന്നത് 500 ആണ്, 500 Newton per mm square ആണ്. ആൻഡ് അവർ ക്ലിയർ കവർ 30 mm തന്നിട്ടുണ്ട്. ഇനി അൺഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ദെർഫോർ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ഫാക്ടേർഡ് ലോഡ് എത്രയാണ്. ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, 10 × 1.5 ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് വാട്ട് ഇസ് ദ ഫൈനൽ ലോഡ് എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അതിന് ശേഷം വി ഹാവ് ടു ഫൈൻഡ് അവർ ഡിസൈൻ മൊമെൻറ്റ്. ഡിസൈൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ മൊമെൻറ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് WL²/8 ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വെയ്റ്റിൻ്റെ വാല്യൂ 15 ആണ്. L എന്ന് പറയുന്നത് അവർ 5 തന്നിട്ടുണ്ട്. സോ 5² / 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 46.875 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ബീം ഡിസൈനിങ്ങിൻ്റെ കണ്ടീഷൻ പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസസിൽ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L/D is equal to 20 ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ D, റൈറ്റ്. അപ്പോൾ D എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് 5000 ലെങ്ത്തിൻ്റെ വാല്യൂ 5000 ആണ്, /20 വിച്ച് ഈസ് ഈക്വൽ ടു D എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 250 mm എന്നാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ലിമിറ്റിംഗ് മൊമെൻ്റ് ആണ്. ലിമിറ്റിംഗ് മൊമെൻറ്റിൻ്റെ ഫോർമുല നമുക്കറിയാം mu limit is equal to 0.36 XU max by D into 1 minus 0.42 XU max by D into BD² into FCK എന്നാണ് ഫോർമുല. അപ്പോൾ ഇതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ D വാല്യൂ. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, 46.875 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ന്യൂട്ടൺ MM കൊണ്ടുവരാനാണ്. അപ്പോൾ × 10⁻⁶ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.36 ഇൻറ്റു XU max by Dക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0.46. 0.46 എങ്ങനെയാണ് വന്നത്, കോഡ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ FI അതായത് സ്റ്റീൽ ഗ്രേഡ് 500 വരുന്ന സമയത്ത് XU max by Dയുടെ വാല്യൂ ലിമിറ്റിംഗ് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് 0.46 ആണ് നമുക്ക് അറിയാം. സോ 1 മൈനസ് 0.42 ഇൻറ്റു അഗൈൻ 0.46 ഇൻറ്റു ബിക്ക് പകരം 250 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റു FCKയുടെ വാല്യൂ 25 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കറിയാം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ D² is equal to ഫൈൻഡ് D കിട്ടുന്നത് 56,135.1699 ആണ്. അപ്പോൾ D² ആണ് കിടക്കുന്നത്. സോ D is equal to കിട്ടുന്നത് 236.9286 എന്നാണ് നമുക്ക് കിട്ടുക, mm എന്നാണ് കിട്ടുക. സോ നമുക്ക് D അപ്രോക്സിമേറ്റ്ലി എത്ര എടുക്കാം, അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ ടേക്ക് 250 mm. സോ നമുക്ക് ഡിയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ബാക്കി ചെയ്യാനായിട്ട് നമ്മൾ SP16 ആണ് യൂസ് ചെയ്യുന്നത് കോഡ് ബുക്ക്. അപ്പോൾ കോഡ് ബുക്ക് SP16 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഗ്രേഡ് തന്നെ FI is equal to നമ്മുടെ 500 ആണ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ FCK is equal to 25 ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേജ് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 49 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ mu/BD² കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ്
പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമുക്ക് കിട്ടും അല്ലേ. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എത്രയാണെന്നുള്ളത് കിട്ടും. സോ mu/d² എന്ന് പറയുന്നത് എത്രയാണ്? mu/bd² എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 46.875 × 10⁻6 ഡിവൈഡഡ് ബൈ 250 × 250² ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2.99 ആണ്. സോ നമുക്കത് അപ്രോക്സിമേറ്റ്ലി വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 3 എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഗ്രാഫ് നിങ്ങളവിടെ ടേബിൾ കമ്പയർ ചെയ്യുക. ടേബിൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് mu/bd² 3 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.828. നമ്മുടെ 3ക്ക് കറക്റ്റായിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സോ അവിടെ 0.828 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ പി ടി എന്നുള്ളത് നമുക്കിത് കിട്ടി. അങ്ങനെയാണെങ്കിൽ പി ടിയുടെ ഫോമിൽ നമുക്ക് അറിയാം അല്ലേ. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എങ്ങനെയാണ്? 100 × AST ഡിവൈഡഡ് ബൈ B × D ആണ് നമ്മുടെ ഫോമുല. സോ വിച്ച് ഇസ് ഈക്വൽ ടു 100 × AST നമുക്ക് അറിയില്ല ഡിവൈഡഡ് ബൈ 250 × 250 എന്ന് പറയണതാണ് വിച്ച് ഇസ് ഈക്വൽ ടു 0.828 എന്ന് പറയണത് അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് AST എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 517.5 mm² എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്കത് കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് XU ആണ്. XU ഇസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് നമുക്ക് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. XU/D ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്ര? 0.87 Fi × AST ഡിവൈഡഡ് ബൈ 0.36 × FCK × B ആണ് ഫോമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.87 × Fiക്ക് പകരം 500 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ASTക്ക് പകരം എത്രയാണ് നമുക്ക് കിട്ടിയത്? 517.5 ഡിവൈഡഡ് ബൈ 0.36 × FCK എത്രയാണ്? FCK 25 ആണ്. ഇൻറ്റു ബിയുടെ വാല്യൂ 250 ആണ്. ഇൻറ്റു ഒരു ഡി കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റു 250. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനലി കിട്ടുന്നത് 0.4002 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് XU ലിമിറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. XU limit/D4 ഏതാണ്? FE 500ൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നത്? നമുക്ക് വരുന്നത് 0.46 ആണ്. സോ ഈ വാല്യൂ ഇതിനേക്കാളും ലെസ് ആണ്. XU/D is less than XU limit/D ആണ്. അപ്പോൾ എന്താണ്? ദ സെക്ഷൻ is under reinforced. So we need to find next നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബാർസ് ആണ്. നമ്പർ ഓഫ് ബാർസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാപിറ്റൽ AST ഡിവൈഡഡ് ബൈ സ്മോൾ AST ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ക്യാപിറ്റൽ ASTയുടെ വാല്യൂ നമുക്കറിയാം. സോ നമുക്ക് സ്മോൾ AST എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഹിയർ വി ക്യാൻ പ്രൊവൈഡ് 16 mm ബാർസ് നമുക്ക് എടുക്കാം. ബാർസ് അങ്ങനെയാണെങ്കിൽ സ്മോൾ AST ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇറ്റ് π/4 × D² ആണ് വരിക. D² വരുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എത്രയാണ്? π/4 × 16² ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 200.96 എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിലിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? ASTയിൽ 517.5 ഡിവൈഡഡ് ബൈ 200.96 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2.5 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? അപ്രോക്സിമേറ്റ്ലി 3. അപ്പോൾ പ്രൊവൈഡ് 3 numbers of 16 mm ഡയാബാർ. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിസൈൻ എ കാൻറ്റിലിവർ ബീം ഹാവിംഗ് വിഡ്ത്ത് ഓഫ് 175 mm, effective span of 2 meter, carrying a UDL of 15 kN/meter. Assume M20 grade of concrete and Fe 415 steel. Take clear cover as 25 mm. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഗിവൺ ആയിട്ടുള്ളത് എഴുതാം. ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്? B is equal to 175 mm എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതേപോലെ L is equal to 2 meter തന്നിട്ടുണ്ട്. W is equal to 15 kN/meter ആണ്. UDL ആണ് ആക്ട് ചെയ്യുന്നത്. FCK is equal to 20 Nm/mm² ആണ്. Fy is equal to 415 Nm/mm². അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കാൻറ്റിലിവർ ബീമാണ് അല്ലേ. കാൻറ്റിലിവർ ബീമിലാണ് ഒരു UDL ആക്ട് ചെയ്യുന്നത്. UDL ആക്ട് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ 15 kN/meter ആണ്. ഓഫ് 2 meter സ്പാൻ ആണ് ഉള്ളത് അല്ലേ. 2 meter സ്പാൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസൈൻ ലോഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്?
ഫാക്ടർ ഇൻറ്റു 15 ലോഡ് ഫാക്ടർ ഇൻറ്റു 15 ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ഇറ്റ് ആസ് 22.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് നമുക്ക് കിട്ടും അല്ലേ. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസൈൻ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഡിസൈൻ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീമാണെങ്കിൽ അതിൻ്റെ ഫോർമുല WL²/2 ആണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 22.5 ഇൻറ്റു എല്ലിന് പകരം എന്താണ് 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 2² / 2 സോ വിച്ച് ഇസ് ഈക്വൽ ടു 45 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് നമ്മുടെ മൊമെൻറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലേ. എഫക്റ്റീവ് ഡെപ്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫക്റ്റീവ് ഡെപ്താണ്. അവിടെ എവിടെയും നേരത്തെ പോലെ ഒരു കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ വരുന്ന സമയത്ത് L/Dൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ് വരിക. സോ നമുക്കറിയാം L എന്ന് പറയുന്നത് ഞാൻ mm കൺവേർട്ട് ചെയ്തു. സോ 2000 / 7 ഇസ് ഈക്വൽ ടു ആയിരിക്കും നമ്മുടെ D എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 285.71 mm ആണ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ന്യൂട്രൽ ആക്സിസിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് MU ലിമിറ്റ് യൂസ് ചെയ്തിട്ടും എന്ത് കണ്ടുപിടിക്കണം? ഡെപ്ത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്താ? MU ലിമിറ്റ് ഇസ് ഈക്വൽ ടു 0.36 XU max / D ഇൻറ്റു 1 - 0.42 ഇൻറ്റു XU max / D ഇൻറ്റു BD² ഇൻറ്റു FCK എന്നാണ് നമ്മുടെ ഫോർമുല. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് വരിക? 45 × 10⁻6 വിച്ച് ഇസ് ഈക്വൽ ടു 0.36 ഇൻറ്റു XU max / D. ഇവിടുത്തെ വാല്യൂ എന്താണ് വരിക? XU max ഇവിടെ FI എന്ന് പറയുന്നത് 415 ആണ്. സോ XU max / Dക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 0.48. പേജ് നമ്പർ 70 IS 456 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ 1 - 0.42 ഇൻറ്റു 0.48 ഇൻറ്റു ബിക്ക് പകരം നമ്മൾ എത്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 175 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. D ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ D² അവിടെ നിർത്തി ഇൻറ്റു 20. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് D² ഇസ് ഈക്വൽ ടു 93192.33 എന്ന് കിട്ടും. D is equal to 305.27 mm എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ നേരത്തെ കിട്ടിയത് 285.71 ആണ്. ഇവിടെ ഇപ്പോൾ കിട്ടിയത് 305 ആണ്. നമ്മൾ ഹയർ വാല്യൂ ആണ് അഡോപ്റ്റ് ചെയ്യുക. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 310 mm എന്നുള്ളത് എടുക്കാം. സോ ഹയർ വാല്യൂ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തു. നമ്മുടെ ഡിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 310 mm എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നേരത്തെ പോലെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിൽ നിന്നും AST നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? SP16 കോഡ് ബുക്ക് എടുത്തു. എന്നിട്ട് എഗെയിൻ MU/BD² എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം. എത്രയാണ് MU എന്ന് പറയുന്നത്? എത്രയാണ് നമുക്ക് കിട്ടിയത്? 45 ആണ് ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ എത്ര കിട്ടിയത്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 175 ആണ്. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടിയത് 310 ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2.675 ആണ്. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 2.68 എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യുക? SP16 നോക്കുക. നമുക്കിവിടെ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഒന്ന് നോക്കേണ്ടത് നമ്മളിവിടെ എടുക്കുന്നത് FCK അതായത് FCK വാല്യൂ 20 ഉള്ളത് നോക്കണം. അതുപോലെ FI വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? FI എന്ന് പറയുന്നത് 415യുടെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. 415 കമ്പയർ ചെയ്യുക. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് MU/BD² 2.68 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു 0.919 ആണ് നമുക്ക് കിട്ടുന്നത്. സോ PT നമുക്ക് കിട്ടിയത് 0.919 എന്നായിരുന്നു. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കണ്ട ഫോമുല PT is equal to എന്താണ്? 100 ഇൻറ്റു AST ഡിവൈഡഡ് ബൈ B ഇൻറ്റു D എന്നാണ് ഫോമുല. സോ വിച്ച് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു AST ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. AST ഡിവൈഡഡ് ബൈ ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 175 ഇൻറ്റു 310 ആണ് നമ്മൾ എടുത്തത്. വിച്ച് ഇസ് ഈക്വൽ ടു 0.919. അപ്പോൾ ഇതിൽ നിന്നും AST കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 498.55 mm² എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ AST വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ XU/D. നമുക്ക് കണ്ടീഷൻ നോക്കണം അല്ലേ. XU/D കണ്ടുപിടിക്കാൻ എന്താണ് ഫോമുല? 0.87 FIAST ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു B ആണ്. എഗെയിൻ ഹോൾ ഡിവൈഡഡ് ബൈ ഒരു D കൂടെ വരും അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ D. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 415 ഇൻറ്റു ASTയുടെ വരെ തൊട്ട് മുന്നേ കിട്ടി 498.55 ഡിവൈഡഡ് ബൈ
നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.36. FCK എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 20 ആണ്. ഇൻറ്റു ബിയുടെ വാല്യൂ 175 ആണ്. ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടേണ്ടത് നമ്മളെടുത്തത് 310 ആണ് അല്ലേ? 310. സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.48 ആണ് നമുക്ക് കിട്ടാം. സോ XU/D എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് XU/D ആണ് നമുക്ക് കിട്ടുക. 0.48 ആണ് ഇവിടുത്തെ കിട്ടുന്ന വാല്യൂ. സോ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.46 ആണ്. XU ലിമിറ്റ് ബൈ D നമ്മൾ ഫോർ FE 415 ആണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രേഡ് ഓഫ് സ്റ്റീൽ അല്ലേ? കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.48 ആണ്. സോ ദ ഗോട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ലിമിറ്റ് വാല്യൂ. സോ ദ സെക്ഷൻ ഇസ് അണ്ടർ റീൻഫോഴ്സ്ഡ്. സോ ദ സെക്ഷൻ ഇസ് അണ്ടർ റീൻഫോഴ്സ്ഡ് ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബാർസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്യാപിറ്റൽ AST ഡിവൈഡഡ് ബൈ സ്മോൾ AST ആണ് ചെയ്യുക. അപ്പോൾ സ്മോൾ AST കണ്ടുപിടിക്കാൻ അസ്യൂം 16 mm ബാർ. 16 mm ബാർ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ASTയുടെ വാല്യൂ എന്തായിരിക്കും? π/4 ഇൻറ്റു 16² ആണ് വരിക. സോ 200.96 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ASTയോട് ഇട്ട് കൊടുക്കാം. സോ നമ്പർ ഓഫ് ബാർസ് ഈക്വൽ ടു ക്യാപിറ്റൽ AST എത്രയാണ്? 498.55 ഡിവൈഡഡ് ബൈ സ്മോൾ ASTയുടെ വാല്യൂ എത്രയാണ്? 200.96 ആണ്. ചെയ്യുന്ന സമയം നമുക്ക് കിട്ടുന്നത് 2.48 നമ്പേഴ്സ് സംതിങ് ആണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര എടുക്കാം? 3 നമ്പേഴ്സ് എടുക്കാം. സോ പ്രൊവൈഡ് 3 numbers of 16 mm dia bars. ഓക്കെ, നമുക്കറിയാം ക്യാൻഡിലിവറിൽ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എവിടെയാണ് കൊടുക്കുക? ടോപ്പിലാണോ ബോട്ടത്തിലാണോ കൊടുക്കുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലേ? അപ്പോൾ നമ്മൾ ക്യാൻഡിലിവർ ബീമിൻ്റെ കേസിൽ വരുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പിലാണ് കൊടുക്കുക. ബീം വരയ്ക്കാം, ബീമിൻ്റെ സൈസ് മെൻഷൻ ചെയ്യുക. 175 ആയിരുന്നു. ഓവറോൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 345 mm ആണ് വരിക അല്ലേ? ഇപ്പോൾ നമ്മളുടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ സ്റ്റിറപ്സ് ആണ്. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 3 എണ്ണം ടോപ്പിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം of effective span 6.5 meter is subjected to uniformly distributed load of 15 kilonewton per meter inclusive of self-weight of the beam. Determine the depth of the beam and area of steel for limit state of collapse in flexure using M20 concrete and FE 415 grade steel. Assume breadth of the beam as 300 mm. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? എഫക്റ്റീവ് സ്പാൻ L=6.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. FCK കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? M20 ആണ്. സോ 20 Nm/mm² ആണ് തന്നിട്ടുണ്ട്. ഇനി അതുപോലെ സ്റ്റീലിൻ്റെ ഗ്രേഡ് FE 415 എന്നാണ് തന്നിരിക്കുന്നത്. സോ =415 Nm/mm² ആണ് നമ്മുടെ FIയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ബ്രെത്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് ഷുഡ് ബി ടേക്കൺ. അസ്യൂം എത്രയാണ്? 300 mm ആണെന്നാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇനി അവർ ലോഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് അവർ ഡിസൈൻ ലോഡ് അല്ലേ? ഡിസൈൻ ലോഡ് എത്രയാണെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ ലോഡ് ഫാക്ടർ നമ്മൾ 1.5 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഇൻറ്റു വർക്കിംഗ് ലോഡ് എത്രയാണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ വർക്കിംഗ് ലോഡ് അവർ തന്നിരിക്കുന്നത് 15 ആണ്. സോ (=22.5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇത് kN/m ആണ്. നെക്സ്റ്റ് ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. MU എന്താണ് ഫോർമുല? ഇവിടുത്തെ കേസിൽ UDL ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് WL²/8 ആണ് നമ്മുടെ ഫോർമുല. സോ നമ്മളത് ചെയ്യുന്ന സമയത്ത് എന്താണ് എത്രയാണ് വരിക? (22.5 ലോഡാണ് ഇൻറ്റു ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 6.5 മീറ്റർ ആണ്. 6.5² /8 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 118.828 kN/m എന്നാണ് നമുക്ക് കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ബീമിൻ്റെ കേസസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ദ ബീം
ആസ് എ ബാലൻസ്ഡ് സെക്ഷൻ. ബാലൻസ് സെക്ഷൻ ആവുന്ന എന്തായിരിക്കും കണ്ടീഷൻ? MU is equal to MU ലിമിറ്റ് ആയിരിക്കും. അതല്ലേ നമ്മുടെ കണ്ടീഷൻ. സോ MU ലിമിറ്റിൻ്റെ ഫോമിൽ എന്താണ്? 0.36. നേരത്തെ പോലെ തന്നെ നമ്മൾ D ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ഡെപ്ത് ആണ്, D ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ MU is equal to 0.36 XU max by D into 1 minus 0.42 into XU max by D into BD square into FCK ആണ് അല്ലേ? FCK ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ XU max by Dക്ക് പകരം എത്രയാണ് വരിക? ഇവിടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 415 ആണ്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0.48 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 300 ആണ്. ഇൻറ്റു D നമുക്കറിയില്ല, D സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻറ്റു FCKയുടെ വാല്യൂ എത്രയാണ്? 20 ആണ് അല്ലേ? അപ്പോൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് XU by D എങ്ങനെയാണ് വന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാൻ ചായ്ക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് D square is equal to 14355 എന്നുള്ളൊരു വാല്യൂ ആണ്. സോ റൂട്ട് എടുക്കുക. സോ നമുക്ക് കിട്ടുന്ന ഡിയുടെ വാല്യൂ 378.87 എന്നാണ്, എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എങ്ങനെ എടുക്കാം? 380 എന്ന് എടുക്കാം അല്ലേ? 380 mm നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഡിയുടെ വാല്യൂ എത്ര എടുക്കാം? 380 എന്നുള്ള വാല്യൂ നമുക്ക് എടുക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? AST ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ASTയുടെ ഫോമുല എന്താണ്? ASTയുടെ ഫോമുല is equal to 0.36 FCK into B into XU max divided by 0.87 FI ആണ് നമ്മുടെ ഫോമുല അല്ലേ? FI ആണ്. അപ്പോൾ ഇവിടെ XU max by Dയുടെ വാല്യൂ എത്രയാണ്? 0.48 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.36 ഇൻറ്റു 20 ഇൻറ്റു 300 ആണ്. ഇൻറ്റു XU മാക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0.48 ഇൻറ്റു D കൂടി ചെയ്യണം അല്ലേ? ഇത് നമുക്ക് 380 ആണ് കിട്ടിയത്. ഹോൾ ഡിവൈഡഡ് ബൈ 0.87 ഇൻറ്റു 415 ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 1091.2 mm² ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, mm² ആണ് കിട്ടുക. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബാർസ് അല്ലേ? നമ്പർ ഓഫ് ബാർസ് അതിന് എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്മോൾ AST ആണ് ചെയ്യുക. സോ അതിനുണ്ട് നമ്മൾ അസ്യൂം നമുക്കിവിടെ ക്യാപിറ്റൽ ASTയുടെ വാല്യൂ കുറച്ച് വലിയ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 20 mm ബാർ അസ്യൂം ചെയ്യാം. സോ സ്മോൾ ASTയുടെ വാല്യൂ എത്രയാണ്? π/4 ഇൻറ്റു 20 സ്ക്വയർ ആണ്. ചെയ്യുന്ന സമയത്ത് 314 mm² ആണ്. ഈ വാല്യൂസൊക്കെ നമുക്ക് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ, നേരിട്ട് കിട്ടും. SP16 229 പേജ് നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതെല്ലാം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. സോ ക്യാപിറ്റൽ AST ബൈ സ്മോൾ AST ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ക്യാപിറ്റൽ AST വാല്യൂ 10912 ആയിരുന്നു. ഡിവൈഡഡ് ബൈ 314 ചെയ്യുക. നമുക്ക് കിട്ടുന്നത് 3.5 നമ്പേഴ്സാണ്. ഓക്കെ, 3.5 നമ്പേഴ്സാണ്. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര എടുക്കാം? 4 നമ്പേഴ്സായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പ്രൊവൈഡ് 4 നമ്പേഴ്സ് ഓഫ് 20 mm ഡയാബാർ. സോ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കൂടെ ഫിഗറും വരയ്ക്കാം. നമുക്ക് നമ്മുടെ പറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കുലർ ബീമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? റെക്റ്റാങ്കുലർ ബീമിൻ്റെ സൈസ് എത്രയാണ് പറഞ്ഞത് അവർ? B എന്ന് പറയണത് 300 mm ആണ് നമ്മുടെ B എന്ന് പറഞ്ഞത് അല്ലേ? B എന്ന് പറഞ്ഞത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് അവരെത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? 380 ആണ്. Next question. A simply supported rectangular beam of effective span 4 meter carries a 20 kN per meter on the entire span. The beam
in addition carries a concentrated load of 10 kilonewton at the midspan. Design the beam for flexure using M20 concrete and HYST bars of F5415 എന്നാണ് തന്നിട്ടുള്ളത്. ആദ്യം ഗിവൺ എഴുതാം. ഗിവൺ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്പാൻ, എഫക്റ്റീവ് സ്പാൻ L is equal to 4 meter എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ UDL തന്നിട്ടുണ്ട് അല്ലേ, UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ലൈവ് ലോഡ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് UDL ആണ്. അതിൻ്റെ വാല്യൂ അവർ 20 kN/m എന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുള്ളത് W is equal to 10 kN ആണ്. പിന്നെ അതിൻ്റെ കൂടെ അവർ പറഞ്ഞിട്ടുള്ളത് M20 കോൺക്രീറ്റ് ആണ് അല്ലേ. സോ FCK is equal to 20 Nm/mm². അതേപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് FY is equal to 415 Nm/mm² എന്നും തന്നിട്ടുണ്ട്. ദെൻ അസ്യൂം ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യേണ്ടത്, ബീമിൻ്റെ സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ, ബീം സൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ബീം ഡിസൈനിൻ്റെ കണ്ടീഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു ബീം സൈസ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. സോ അസ്യൂം ബീം സൈസ് ആസ് 230/450 mm. ഈ 230 എങ്ങനെയാണ് വന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺലി സൈറ്റിൽ അഡോപ്റ്റ് ചെയ്യുന്ന സൈസാണ് 230 എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 450 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ അസ്യൂം ചെയ്തത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് അവർ ഡിസൈൻ ലോഡ് അല്ലേ. ഡിസൈൻ ലോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഇസ് ഈക്വൽ ടു വർക്കിംഗ് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അല്ലേ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, പ്രീവിയസ്ലി ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ നമ്മളവിടെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡിങ് സൾഫൈറ്റ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ പറയാത്തത് കൊണ്ട് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ സൾഫൈറ്റ് ഓഫ് ദ ബീം എന്ന് പറയുന്നത്. ഓക്കെ, സോ സൾഫൈറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം ഇൻറ്റു സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. എന്നാൽ മാത്രമേ അതിൻ്റെ ഡെഡ് ലോഡ് കിട്ടുള്ളൂ. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ് അതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ബീമാണ്. നമ്മൾ ഓൾറെഡി ബീം സൈസ് അസ്യൂം ചെയ്തിട്ടുണ്ട്. സെൽഫ് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇസ് 25 kN/m³ ആണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു വാല്യൂ ആണ് കേട്ടോ. സോ ദെയർഫോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സെൽഫ് വെയിറ്റ് ഓഫ് ബീം ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇത് മീറ്ററിലായതുകൊണ്ട് ഞാൻ ബീം സൈസ് മീറ്ററിലായതാണ്. നമ്മൾ ബീം സൈസ് ചെയ്ത് 0.23 ഇൻറ്റു 0.45 ഇൻറ്റു 25. ഇത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ഇൻറ്റു 25 എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ആണ്. സോ ഇത് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2.59 kN/m ആണ്. സോ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ബീം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് വാട്ട് ഈസ് ദ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡാണ് അല്ലേ. ലൈവ് ലോഡ് പ്ലസ് ഡെഡ് ലോഡ്. ലൈവ് ലോഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട് എത്രയാണ് ലൈവ് ലോഡ് എന്നുള്ളത് അല്ലേ. 20 kN/m² ആണ്. പ്ലസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? നമുക്ക് 2.59. സോ ഓൾ ടുഗദർ ഫൈനൽ ലോഡ് എന്ന് പറയുന്നത് 22.59 kN/m ആണ് നമ്മുടെ ടോട്ടൽ ലോഡ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദ ബീം. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെൻ്റ് അല്ലേ. ബെൻഡിങ് മൊമെൻ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബെൻഡിങ് മൊമെൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ എന്തായിരിക്കും? നമുക്കൊരു UDLും ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും കൺസിഡർ ചെയ്യണം. സോ ബെൻഡിങ് മൊമെൻ്റ് ഡ്യൂ ടു UDL പ്ലസ് ബെൻഡിങ് മൊമെൻ്റ് ഡ്യൂ ടു പോയിൻ്റ് ലോഡും ആയിരിക്കും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. സോ WL²/8 പ്ലസ് WL/4 ആണ് നമ്മുടെ ഫോർമുല. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലിൻ്റെ വാല്യൂ നമുക്ക് 4 ആണ്. 22.59 ആണ് UDL ആക്ട് ചെയ്യുന്ന ലോഡ് ഡിവൈഡഡ് ബൈ 8 പ്ലസ് 10 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4. സോ നമുക്കിത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 55.18 ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ
ബെൻഡിങ് മൊമെൻ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. 1.5 ഇൻറ്റു WL² ഡിവൈഡഡ് ബൈ 8 പ്ലസ് WL/4 ആണ് നമുക്ക് ഡിസൈൻ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് ചെയ്തത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ചെയ്യുന്ന സമയത്ത് 1.5 ഇൻറ്റു 55.18 ആണ്. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 82.77 kN ആണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഡിസൈൻ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ബീമിൻ്റെ സെൽഫ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ബീം സൈസ് അസ്യൂം ചെയ്തത്. പക്ഷേ ആ ബീം സൈസ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ഡെപ്ത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, MU ലിമിറ്റ്. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് B ആൻഡ് D. കാരണം ഇത് രണ്ട് നമുക്ക് നമ്മൾ എടുത്ത വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയില്ല. സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് B ആൻഡ് D. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു FCK. പക്ഷേ എങ്ങനെ നമ്മളിത് അച്ചീവ് ചെയ്യും? അതിനുവേണ്ടി നമ്മളൊരു അസംഷൻ കൊണ്ടുവരാണ്. അസ്യൂം B ഈസ് ഈക്വൽ ടു D/2 എന്ന് അസ്യൂം ചെയ്യണം. അതായത് B എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? നമ്മുടെ MUയുടെ വാല്യൂ 82.77 ഇൻറ്റു 10⁶ ആണെന്നറിയാം. 0.36 ഇൻറ്റു 0.48 ഇൻറ്റു 1 മൈനസ് 0.4 ഇൻറ്റു 0.48. ബിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? D/2 ഇൻറ്റു D² ഇൻറ്റു FCKയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ നമുക്ക് FCK 20 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ 20 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് വിൽ ബി ഗെറ്റിംഗ് 3 ഡിഗ്രി ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. D³ എന്നുള്ളൊരു ഇക്വേഷനായിരിക്കും കിട്ടുക. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? D³ is equal to 82.77 into 10⁶ ഡിവൈഡ് ബൈ 1.3796 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ. നമുക്ക് വേണ്ടത് ഡിയുടെ വാല്യൂ ആണ്. അപ്പോൾ ഡിയുടെ വാല്യൂ എടുക്കണമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? D is equal to ക്യൂബ് റൂട്ട് ഓഫ് ദ വാല്യൂ അല്ലേ. ഈ വാല്യൂ മൊത്തം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ അതായത് 82.77 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ 1.3796 ആണ്. സോ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റഡ് ആസ് 191 mm എന്നാണ് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നത്. സോ ഇതിന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. എത്ര? 400 mm അല്ലേ. പ്രൊവൈഡ് എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 400 mm എന്ന് കിട്ടി അല്ലേ. 400 mm നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ബിയുടെ റിലേഷൻ എങ്ങനെയാണ്? ഇതിപ്പോൾ D ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? D/2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 200 ആണ് വരുന്നത്. ഓക്കെ, 200 mm ആണ് നമ്മുടെ ബിയുടെ വാല്യൂ. ആൻഡ് അസ്യൂം ക്ലിയർ കവർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 30 mm ആയിട്ട് അസ്യൂം ചെയ്യുക. സോ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ക്യാപിറ്റൽ D ഈസ് ഈക്വൽ ടു ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 400 + 30 വിച്ച് ഈസ് ഈക്വൽ ടു 430 mm എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് സൈസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ബാഴ്സസ് ആണ്. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ AST വാല്യൂ. AST കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമിൽ എന്താ? 0.36 ഇൻറ്റു FCK ഇൻറ്റു B ഇൻറ്റു XU മാക്സ് ഡിവൈഡഡ് ബൈ 0.87 FI ആണ് അല്ലേ. നമ്മളത് എഴുതി. 0.36 FCK 20 ആണ്. ബിയുടെ വാല്യൂ നമ്മൾ തൊട്ടിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. ഇൻറ്റു XU മാക്സ് 0.48 ഇൻറ്റു ഡിയുടെ വാല്യൂ 400 ഡിവൈഡഡ് ബൈ 0.87 ഇൻറ്റു FIയുടെ വാല്യൂ എത്രയാണ്? 415 ആണ് അല്ലേ. ഓക്കെ, XU മാക്സ് ബൈ ഡിയുടെ XU മാക്സ് ബൈ ഡി ആണ് 0.48. സോ XU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? 0.48 ഇൻറ്റു ഡിയുടെ വാല്യൂ ഇൻറ്റു 400. അങ്ങനെയാണ് ഈ ടേം വന്നത്. സോ അതിൽ കൺഫ്യൂഷൻ വരണ്ട. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 765.7 mm² എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ക്യാപിറ്റൽ ഏരിയ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ബാർസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്മോൾ AST നമുക്ക് വേണം. സോ അസ്യൂം നമ്മുടെ കിട്ടിയത് ഒരു 700 അല്ലേ. സോ നമുക്ക് 16 mm ഡയ തന്നെ മതി. അസ്യൂം 16 mm ഡയ ബാർ. അപ്പോൾ എങ്ങനെയാണ്? സ്മോൾ ASTയുടെ വാല്യൂ എത്രയാണ് വരിക? π/4 ഇൻറ്റു 16² ചെയ്യുന്ന സമയത്ത് 200 ആണ് വരിക. സോ നമുക്ക് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ AST ഡിവൈഡഡ് ബൈ സ്മോൾ AST
equal to 765.7 divided by 200 ചെയ്യുന്ന സമയത്ത് we get it as 3.8 numbers. So നമുക്ക് പറയാം 4 നമ്പേഴ്സിന് കൊടുക്കാം. Provide 4 numbers of 16 mm dia bars. അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ബീം വരയ്ക്കണം. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ബീമിൻ്റെ സൈസ് എത്രയാണ്? 200 ആണ് അല്ലേ? ടോപ്പിൽ ഫുൾ ഡെപ്ത് നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 430 ആണ്. എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 400 ആണ് അല്ലേ? എഫക്റ്റീവ് ഡെപ്ത് 400 ആണ്. സോ ഇവിടെ സ്റ്റിറപ്സ് നമുക്ക് കൊടുക്കാണ്ട് സ്റ്റിറപ്സ് കൊടുക്കണം. എത്രയാണ് നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ്? 4 എണ്ണമാണ് അല്ലേ? 4 നമ്പേഴ്സാണ് കൊടുക്കുക. സോ ടെൻഷൻ സൈഡിൽ 4 ബാർസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4 ബാർസ്. ഇവിടെ ഹാങ്ങർ ബാർസ് നമുക്ക് കൊടുക്കാം. ഓക്കെ. സോ നമുക്ക് കൊടുക്കുന്ന സമയത്ത് we can write it as 4 numbers of 16 mm dia bars ആണ് കൊടുക്കുക. ഓക്കെ. സോ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കണം.